ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. എൻ്റെ പേര് ഷിജ. ചാലക്കുടിയിലാണ് വീട്. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഞാൻ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. എനിക്ക് സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ട്, തണ്ടല് ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ടുണ്ട്, കാലിൻ്റെ മുട്ട് എല്ലാം തേയ്മാനുണ്ട്, കാൽപാദത്തിൽ നിംനസ് ഉണ്ട്. ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുമായി ഞാൻ ഒരു 8-9 വർഷത്തോളമായി. ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ സഹചാരിയായി ഞാൻ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നു. അങ്ങനെ യോഗ നല്ലതാണെന്ന് പറഞ്ഞ് പല യോഗ ക്ലാസ്സുകളും ഞാൻ ജോയിൻ ചെയ്യുകയും എന്നാൽ 1 മാസം 2 മാസം കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ഒന്നും കൂടി സിവിയർ ആവുകയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്ത് ഞാൻ നിർത്തുക ചെയ്യാം. പിന്നെ എല്ലാ വർഷവും ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോകും. ഒരു 4-5 മാസമൊക്കെ കുഴപ്പമില്ലാതെ ഞാൻ പോകും. അത് കഴിയുമ്പോൾ വീണ്ടും എനിക്ക് വേദനകൾ തുടങ്ങും. പെയിൻ കില്ലറൊക്കെ കഴിച്ച് 3-4 മാസം തള്ളി നീക്കി വീണ്ടും വെക്കേഷനാകുമ്പോൾ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോകും. അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് സാറിൻ്റെ യോഗ ക്ലാസ്സിനെ പറ്റി കേൾക്കുന്നത്. ഞാൻ സാറിൻ്റെ യോഗ ക്ലാസ്സിൽ ആഗസ്റ്റിൽ ജോയിൻ ചെയ്തു. എന്നാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ക്ലാസ്സിൽ റെഗുലറായിട്ട് വരാൻ പറ്റാറില്ല. എന്നാലും ഞാൻ നന്നായി ട്രൈ ചെയ്യും എല്ലാ ദിവസത്തെ. കാരണം ഇത്രയും നാൾ ഞാൻ ചെയ്ത യോഗ ക്ലാസ്സിൽ ഞാൻ പേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരണില്ലേ എന്നുള്ളത് ആരും അങ്ങനെ അന്വേഷിക്കാറില്ല. പക്ഷേ സാറ് നമ്മൾ ക്ലാസ്സിൽ വരുന്നുണ്ടോ, നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനെ നമ്മളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുന്ന, ശരിക്കും ഒരു ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ നമ്മളുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ചില ദിവസം എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് ക്ലാസ്സിൽ എത്തും. എത്തിയില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണെന്ന് സാറിന് മെസ്സേജ് അയക്കണം. അയ്യോ സാറിന് വിഷമാവുമോ എന്ന് വെച്ചാൽ സാറിന് വിഷമാവുമെന്ന് എനിക്ക് തോന്നാൻ കാരണം സാറിൻ്റെ അത്ര ആയിട്ടുള്ള സിൻസിയറിറ്റിയാണ്. ഇത്രയും സിൻസിയറായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആഗസ്റ്റിൽ യോഗ ക്ലാസ് തുടങ്ങി ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ കുറേശ്ശെയായിട്ട് കുറയാൻ തുടങ്ങി. ഈവൻ എനിക്ക് യൂറോപ്യൻ ക്ലോസറ്റിൽ യൂസ് ചെയ്യാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും പോലും മുട്ടുമടക്കി വയ്ക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് രാവിലെ ടോയ്ലറ്റിൽ പോകുക എന്നുള്ളതിനൊരു പേടി സ്വപ്നമായിരുന്നു. അതിൽ നിന്നും മാറി ഞാൻ അത്യാവശ്യം മുട്ടുമടക്കി ഇരിക്കാമെന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അതുപോലെ തന്നെ സ്കൂളിൽ 3rd ഫ്ലോറിലാണ് സ്റ്റാഫ് റൂം, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ക്ലാസ് ഉണ്ടാവും, 4th ഫ്ലോറിൽ ക്ലാസ് ഉണ്ടാവും. ഇതൊക്കെ വളരെ വിഷമിച്ച് സ്റ്റെയർ കേസും അള്ളിപ്പിടിച്ചാണ് ഞാൻ പോയിരുന്നത്. അപ്പം ഞാൻ ബെല്ലടിക്കണതിനൊരു 3-4 മിനിറ്റ് മുമ്പ് ഇറങ്ങും, കാരണം ഇത് കയറി ആ ക്ലാസ്സിലേക്ക് എത്താൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല. വളരെ കംഫർട്ടബിളാണ്. എനിക്ക് കഴുത്ത് വേദനയോ തണ്ടൽ വേദനയോ കാൽമുട്ട് വേദനയോ ഒന്നും തന്നെയില്ല. വളരെ കംഫർട്ടബിളാണ് ഞാൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ആൾ സുരേഷ് സാറാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേദനയുടെ ലോകത്ത് ജീവിച്ച എന്നെ ആ ലോകത്ത് നിന്നും ഒരു വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു ജേണി എനിക്ക് സാധ്യമാക്കി തന്ന സാറിനോടുള്ള നന്ദി അത് വാക്കുകളിൽ പറയാൻ പറ്റില്ല. എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. അതേപോലെ സാറിൻ്റെ പങ്ക്ച്വാലിറ്റി. 4:45 എന്ന ഗ്രൂപ്പിലാണ് ഞാൻ ജോയിൻ ചെയ്തേക്കണമെങ്കിലും മിക്കപ്പോഴും ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും ഞാൻ 5:55 ഗ്രൂപ്പിലാണ് ചേരാം. എൻ്റെ ക്ലോക്ക് കറക്റ്റല്ലാത്ത ക്ലോക്കിനടക്കം ഞാൻ സാറിൻ്റെ സമയം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത്ര പങ്ക്ച്വലാണ് സാർ. 6:55 നിർത്തിയിട്ടുണ്ടായിരിക്കും. അതേപോലെ വേറെ പ്രത്യേകത, ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ കുറേ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. കൈ എങ്ങനെ പിടിക്കണം, ഇത് സാറിങ്ങനെ ക്ലോസപ്പിൽ വന്നിട്ട് കൈ പിടിക്കുന്നതൊക്കെ നമ്മളെ കാണിച്ചു തരും. പല ഡയറക്ഷനിൽ നിന്നുകൊണ്ട് കാലെങ്ങനെ പിടിക്കണം, ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി പറഞ്ഞിരുന്ന സാറിൻ്റെ ക്ലാസ് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് ബെസ്റ്റ് ക്ലാസ്സാണ്. അതുപോലെ ഇത്രയും പൈസ കുറവിൽ ഇത്രയും നല്ലൊരു യോഗ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന
ഒരാളെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കറിയുന്ന എല്ലാ ആളുകളോടും ഞാൻ പറയും, സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. എനിക്കത് 100% ഗ്യാരൻറ്റിയോടുകൂടി പറയാൻ പറ്റും. അത്ര ബെസ്റ്റ് ക്ലാസ്സാണ്. ഇങ്ങനൊരു ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റിയ ആ ഭാഗ്യ നിമിഷത്തോർത്ത് ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു. സാറിന് എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിരിക്കുന്നു. താങ്ക് യു.